പ്രിൻസ് ആൻഡ് ഫാമിലി നമ്മുടെ ദിലീപേട്ടൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം അതിൻ്റെ ഒരു ടീസർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ദ വേൾഡ് ഓഫ് പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് റിയാക്ട് ചെയ്യാം. ജസ്റ്റിൻ സ്റ്റീഫനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാവരും ഉണ്ടല്ലോ. ധ്യാൻ ഇതിനകത്തൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ബിൻഡോ സ്റ്റീഫൻ മെയ് 9 റിലീസാകുന്നത്. അത് ഇപ്പോൾ പണ്ടത്തെ ഒരു ദിലീപേട്ടൻ്റെ ഒരു പ്രൈം ടൈമിലുള്ള ദിലീപേട്ടൻ്റെ സിനിമകൾ വരുന്ന ഒരു രീതിയിലല്ല ഇപ്പോൾ. ഭയങ്കര സൈലൻ്റായിട്ടാണ് പൊതുവെ ദിലീപേട്ടൻ്റെ പടങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ദിലീപേട്ടൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റിലുള്ളൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫാമിലി സബ്ജക്റ്റുകളാണല്ലോ അദ്ദേഹത്തിൻ്റെ. ഫാമിലി ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ഒരു ടൈമിൽ അദ്ദേഹമായിരുന്നു. ബട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അദ്ദേഹം എടുക്കുന്ന സിനിമകളൊന്നും അങ്ങനെ ഒരു ബോക്സ് ഓഫീസിലായിക്കോട്ടെ ഭയങ്കര ഒരു തരംഗമാകാറില്ല. ആയിട്ടില്ല, കുറേ ആയി. എനിക്കൊന്ന് രാമലീലയ്ക്ക് ശേഷം അങ്ങനെ ഒരു വലിയ സിനിമ, വലിയ വിജയമായ സിനിമകൾ കുറവാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റാണ് ഫാമിലി കോമഡി എൻ്റർടൈനേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുന്നൊരു സിനിമയാണ്. പിന്നെ ഇത് ബിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്ന അദ്ദേഹമാണിത് എൻ്റെ ഡയറക്ടർ. അദ്ദേഹം ഇതിന് മുമ്പ് 2 സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിലീപ് ഒരു വലിയ സ്റ്റാർ കാസ്റ്റിൽ വരുന്നൊരു സിനിമ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ റൈറ്ററാണ് എടുത്ത് പറയേണ്ടത്. റൈറ്റർ നമ്മുടെ ഷാരിഫ് മുഹമ്മദാണ്. ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യയൊക്കെ എഴുതിയ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു റൈറ്റർ എന്ന് പറയുന്നത്. സോ പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. മീൻസ് ഞാനുണ്ട്, നമ്മുടെ സിദ്ദിഖിക്കുണ്ട്, പിന്നെ നടിമാർ ജോസി ചേച്ചിയുണ്ട്, അങ്ങനെ ഒരുപാട് ബിന്ദു പണിക്കർ, ഒരുപാട് വലിയൊരു സ്റ്റാർ കാസ്റ്റിൽ വരുന്ന സിനിമയാണ്. പക്ഷേ ഇത് ഏതൊരു രീതിയിൽ വരും എന്നുള്ളത് നമുക്ക് മെയ് 9 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊരു കുഞ്ഞ് ടീസർ എന്ന് പറയാം. ഒരു വേൾഡ് ഓഫ് പ്രിൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റിൽ വന്നതാണ്. ഒരു കുട്ടി ടീച്ചർ എന്താണെന്നുള്ളൊരു കൺസെപ്റ്റ്. മീൻസ് കല്യാണപ്രായം എത്രയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഏതൊരു പ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാതെ ഇരിക്കുന്ന ഒരാളുടെ ഒരു ജീവിതത്തിൽ നടക്കുന്ന, അവരുടെ ഫാമിലി നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയുള്ള ഒരു കോമഡി പടമാണെന്ന് തോന്നുന്നു. പഴയൊരു ദിലീപേൻ്റെ ഒരു ഫോമിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വലിയ വിജയമാകാൻ സാധ്യതയുള്ളൊരു സ്ട്രോങ് ഏരിയ ആണ്. സോ അങ്ങനെ തന്നെ വരട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് നാൾക്ക് ശേഷം ഒരു നല്ലൊരു ബ്രേക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എൻ്റയർ കാസ്റ്റിന് ഒരു നല്ല സിനിമയാകട്ടെ, നല്ലൊരു ഫാമിലി. ഒരുപാട് പേര്, എനിക്ക് എത്രത്തോളം ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആവുന്നറിയില്ല. ഒരു ദിലീപേൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ദിലീപേൻ്റെ സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ബട്ട് റീസെൻ്റ്ലി അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ പോലും ഈ ഒരു സിനിമയിലൂടെ അത് നല്ലൊരു വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.